Hi friends, welcome to Relax and Watch. നമ്മൾ ഇന്നൊരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് ഏത് ടി വിയെ വേണമെങ്കിലും സ്മാർട്ട് ടി വി ആക്കി മാറ്റാം, അതിനുള്ളൊരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ നമ്മുടെ പഴയ ടി വി വീട്ടിലിരിക്കുന്ന ടി വിയെ മാറ്റി പുതിയൊരു സ്മാർട്ട് ടി വി വാങ്ങിക്കണമെങ്കിൽ അതിന് മിനിമം ഒരു 15 രൂപ 20 രൂപ 30 രൂപ ചിലവാകും. അപ്പോൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ പഴയ ടി വിയെ തന്നെ, അത് ഈവൻ LED ടി വി ആണെങ്കിലും ശരി, LCD ടി വി ആണെങ്കിലും ശരി, അതല്ല പഴയ ടൈപ്പ് ബോക്സ് ടൈപ്പുള്ള ആ ടൈപ്പ് ടി വി ആണെങ്കിലും ശരി, നമുക്ക് സ്മാർട്ട് ടി വി ആക്കി മാറ്റാം. അതിനുള്ള വളരെ ചിലവ് കുറഞ്ഞ ഒരു പ്രയോജനപ്രദമായ ഒരു ഉപകരണമാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് MIയുടെ TV സ്റ്റിക്ക്. നമ്മുടെ ഏത് പഴയ ടി വിയെയും ആൻഡ്രോയിഡ് ടി വി ആക്കി മാറ്റാനുള്ള, സ്മാർട്ട് ടി വി ആക്കി മാറ്റാനുള്ള ഒരു ഡിവൈസാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇൻ്റർനെറ്റ് വഴി ഈ പറഞ്ഞ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ്, സോ ഇങ്ങനത്തെ എല്ലാ ഇതിലും OTT പ്ലാറ്റ്ഫോമുകളിലുള്ള മൂവീസ് കാണാം, സീരിയൽ കാണാം. സോ അതിനൊക്കെ വന്നിട്ട് സ്മാർട്ട് ടി വി ഉണ്ടെങ്കിലേ കാണാൻ കഴിയൂ എന്നുണ്ടായിരുന്നു. അത് മാറി ഇപ്പോൾ ചെറിയ TV സ്റ്റിക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പഴയ ടി വിയെ നമ്മുടെ പുതിയ സ്മാർട്ട് ടി വി ആക്കി മാറ്റാം. അപ്പം ആ ഡിവൈസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഇതിൻ്റെ. നമ്മളിതിന് വേണ്ടി ടി വിയിലൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഈ ഡിവൈസ് നമ്മൾ ടി വിയിലേക്ക് പ്ലഗ് ഇൻ ചെയ്യുന്നു, പ്ലേ ചെയ്യുന്നു, നമ്മൾ ടി വി സ്മാർട്ട് ടി വി ആയി കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. ഇതിപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് ആദ്യം കാണാം, അതിനുശേഷം ടി വിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് MI TV സ്റ്റിക്ക്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ യൂട്യൂബ്, ഡിസ്നി ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, പ്രൈം TV, സൺ നെക്സ്റ്റ്, ഇങ്ങനത്തെ എല്ലാ OTT പ്ലാറ്റ്ഫോമും നമുക്ക് കാണാൻ പറ്റും. ഇൻബിൽഡായിട്ട് തന്നെ വരുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പം ഈ പ്രോഡക്റ്റാണ്, ഇതാണ് ഇതിൻ്റെ TV സ്റ്റിക്ക് എന്ന് പറയുന്ന സാധനം. ഇത് ജസ്റ്റ് ടി വിയുടെ പുറകിലുള്ള ആ ഒരു HDMI പോർട്ടിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങളുടെ ടി വി അതിലും പഴയതാണ്, HDMI പോർട്ട് പോലും ഇല്ലാത്ത ടി വി ആണെങ്കിൽ അതിൻ്റെ പുറകിൽ മറ്റേ നമുക്ക് AV പിൻ കുത്താനുള്ള ആ ഒരു 3 സ്ലോട്ട് ഉണ്ടാവും. വെള്ള, മഞ്ഞ, ചുവപ്പ് 3 കളറിലുള്ള ആ സ്ലോട്ട് ഉണ്ടാവും. അപ്പോൾ അതിന് ഈ HDMI to AV കൺവേർട്ടർ എന്നുമുണ്ട്, ഒരു ചെറിയ സാധനം വെക്കുന്നുണ്ട്. അത് 200 രൂപ കണ്ടേ ഉള്ളൂ, ആമസോണിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ അടുത്തുള്ള ഈ കമ്പ്യൂട്ടർ സ്പെയർസ് ഒക്കെ കിട്ടുന്ന കടകളിൽ ചോദിച്ചു നോക്കുക. സോ ആ സാധനം വാങ്ങിച്ചിട്ട് അതിലേക്ക് കണക്ട് ചെയ്തിരുന്നാൽ മതി. ഇപ്പം നമ്മുടെ പഴയ കാലത്തെ സാധാരണ ഈ വലിയ ടി വി ആണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് സ്മാർട്ട് ടി വി ആക്കി മാറ്റാൻ കഴിയും. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ വളരെ ഈസി സ്റ്റെപ്സാണ്. അതിൻ്റെ പുറകിലത്തെ ആ HDMI പോർട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. നെറ്റ് വേണം, ഇൻ്റർനെറ്റ് വേണം. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 3500 രൂപയാണ്. ഇപ്പോൾ ഇത് 3000 രൂപയ്ക്കാണ് കിട്ടിയത് എനിക്ക്. പിന്നെ ഇത് കൂടാതെ MIയുടെ TV ബോക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം വരുന്നുണ്ട്. അത് വന്നിട്ട് 4K വരയ്ക്കും സപ്പോർട്ടുള്ളതാണ്. പക്ഷേ പഴയ ടി വികളൊന്നും തന്നെ 4K സപ്പോർട്ട് ചെയ്യുന്ന ടി വികളല്ലാത്തതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചിട്ടുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഇത് 1080 പിക്സൽ സപ്പോർട്ടുള്ളതാണ് ഔട്ട്പുട്ട്. അതേപോലെ ഓഡിയോ 2 പോയിൻ്റ് ഓഡിയോ ആണ് ഔട്ട്പുട്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. വളരെ നല്ല നീറ്റായിട്ടുള്ള പാക്കിംഗ് ആണ്. ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചാർജർ, അതിൻ്റെ ചാർജിങ് കേബിള്, ഇത് രണ്ടും ഉണ്ട്. ഇതിൻ്റെ ഒരു ചാർജർ വരുന്നുണ്ട്, ചാർജിങ് കേബിള് വരുന്നുണ്ട്. ഇത് മറ്റേ C ടൈപ്പ് ചാർജറല്ല, അതിന് മുമ്പുള്ള ചാർജറാണ്. പിന്നെ അതിൻ്റെ റിമോട്ട്. ഇപ്പോൾ ഈ റിമോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ വോയിസ് അസിസ്റ്റൻ്റ്, പിന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഡയറക്റ്റ് ബട്ടൺ ഉണ്ട്, ആമസോൺ പ്രൈമിൻ്റെയും ഡയറക്റ്റ് ബട്ടൺ ഉണ്ട്. സോ നമ്മൾ ഉള്ളിൽ പോയി ആപ്പ് സെലക്ട് ചെയ്യണമെന്നില്ല, ഡയറക്റ്റായിട്ട് ഈ 2 ബട്ടണുകൾ ഞെക്കി കഴിഞ്ഞാൽ അത് ഇതിലേക്ക് പൊക്കോളും, ആമസോൺ പ്രൈം. പിന്നെ ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ, മെനു സെലക്ഷൻ, പിന്നെ ഒരു ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. വലിയ ചാനലുകളുടെ പോലത്തെ പഴയ നേരത്തെ ഉള്ള ടി വികളുടെയൊക്കെ ചാനൽ പോലെ ഒരു കുറേ ബട്ടണുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകപ്പാടെ 7 ബട്ടണേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ MI TV സ്റ്റിക്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. വളരെ തീരെ ചെറിയൊരു പ്രോഡക്റ്റാണ്. സോ അതിൻ്റെ ഒരു സൈഡിൽ HDMI പോർട്ടും MIയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട് സൈഡിലായിട്ട്.
ഇത് HDMI പോർട്ടാണ്. ഇതാണ് നമുക്ക് ടി വിയിലേക്ക് ഇൻസർട്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ മൈക്രോ USB ടൈപ്പ് ചാർജിങ് സ്ലോട്ടുമാണ്. ഇതിന് ഇൻബിൽറ്റ് ബാറ്ററിയോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും പവർ സപ്ലൈ ഇതിന് ഡയറക്റ്റായിട്ട് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ടി വിയുടെ പവറും ഇതിൻ്റെ പവറും രണ്ടും എപ്പോഴും ഓൺ ആയിരിക്കണം. അപ്പോഴാണ് ഇത് വർക്കാവുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് അതിൻ്റെ യൂസർ മാനുവലാണ്. ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് അത് ഒന്ന് വായിച്ചു നോക്കിക്കൊള്ളുക. പ്രത്യേകിച്ച് ഇതിനകത്ത് വായിച്ചു നോക്കാനൊന്നുമില്ല. ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസാണിത്. പ്ലഗ് ചെയ്യുക, പ്ലേ ചെയ്യുക, ഇത്രയും ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. ഇതാണ് ഈ MiTv സ്റ്റിക്കിൻ്റെ അൺബോക്സിങ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ, ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നമുക്ക് നമ്മളുടെ ഇപ്പോൾ എത്ര പഴയ ടി വി ആയിരുന്നാലും അതിനെ ഒരു സ്മാർട്ട് ടി വി ആക്കി മാറ്റാം. ഇതിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഇത് ഏതാണ്ട് ഒരു 9 സെൻറ്റിമീറ്ററോളം അകലവും ഒരു 3 സെൻറ്റിമീറ്ററോളം വീതിയും 1.5 സെൻറ്റിമീറ്ററോളം അകലവുമാണ്, വിഡ്ത്തുമാണ്. അപ്പോൾ ഇത് തീരെ ചെറിയ ഡിവൈസാണ് ഇതിൻ്റെ. ഇപ്പം 1 GB റാം, DDR4, 8 GB സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് ഇതിന്. പിന്നെ ഇൻബിൽഡായിട്ട് ഗൂഗിളിൻ്റെ വോയിസ് അസിസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് വോയിസ് കമാൻഡ് കൊടുത്ത് തന്നെ പ്രോഗ്രാംസ് സെലക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്യാനും എല്ലാം വന്നിട്ട് വോയിസ് കമാൻഡ് വഴി തന്നെ സെർച്ച് ചെയ്യാം, വോയിസ് അസിസ്റ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പല സവിശേഷതകളും ഉള്ളതാണ് നമ്മുടെ ഈ MiTv സ്റ്റിക്ക്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റലേഷനിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പോൾ നമ്മുടെ ഇത് വന്നിട്ട് പാനസോണിക്കിൻ്റെ ഒരു പഴയ ടി വിയാണ്. ഏതാണ്ട് ഒരു 15 വർഷം മുമ്പേ ഞാൻ വാങ്ങിച്ചൊരു ടി വിയാണ്. അപ്പോൾ അന്നത്തെ LCD ടി വിയാണിത്. അപ്പോൾ ഇതിൽ HDMI പോർട്ട് ഒരെണ്ണം ഉണ്ട്. പക്ഷേ ഇതിൽ ഒരു പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഈ ഇൻസേർട്ട് ചെയ്യുന്ന സാധനം സാധാരണ ഇപ്പോഴത്തെ ടി വിയിലൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിന് പുറകിലോട്ട് ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് കാരണം ഈ വാൾ മൗണ്ടിൽ ഇതിന് സ്ഥലമില്ല. അത് കാരണം ഞാനിവിടെ ഒരു വേറൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു HDMI കൺവേർട്ടർ. ഇതിൻ്റെ തന്നെ ഫീമെയിൽ പാർട്ട് നമുക്ക് ഇതോട്ട് ഇപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിന് താഴോട്ട് അങ്ങ് തൂക്കിയിടാം. ആ രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം റിമോട്ടിൽ ബാറ്ററി ഇടാം. ഇതിൻ്റെ ഈ പുറയിൽ ഒരു പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ഉണ്ടാവും. അതെടുത്തതിന് ശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചാർജിങ് പിന്ന് കാണാം. അവിടെ നമ്മുടെ ഈ ചാർജർ ഇൻസേർട്ട് ചെയ്യുക. ഇപ്പോൾ ചാർജറും കേബിളും എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് ഈ ടി വിയുടെ പുറകിൽ ഇത് വന്നിട്ട് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. തിരിഞ്ഞു. സോ ഇപ്പം ഇങ്ങനെ നിൽക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു കൺവേർട്ടർ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ AV പിൻ്റെ സോക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ HDMI പോർട്ട് നിങ്ങളുടെ ടി വിയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ HDMI AV കൺവേർട്ടർ ഒരെണ്ണം വാങ്ങിച്ചിട്ട് അത് ഇതിനകത്ത് കൊടുത്തിരുന്നാലും മതി. ഈ ടി വിയുടെ HDMI പോർട്ട് ഭിത്തിയിലോട്ടുള്ള ഡയറക്ഷനിലായതുകൊണ്ടാണ് ഞാനൊരു HDMI എക്സ്റ്റൻഷൻ ഒരെണ്ണം വാങ്ങിച്ചിട്ട് അത് ഇതിൻ്റെ HDMI പോർട്ടിൽ കുത്തിയിട്ട് നമ്മുടെ ഈ ഡിവൈസ് താഴോട്ട് നിൽക്കുന്ന മാതിരി ഇടാൻ. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് പിൻ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ സാധനം ഇൻസേർട്ട് ചെയ്യുകയാണ്. യെസ്, ഇപ്പോൾ നമ്മുടെ ഡിവൈസ് റെഡിയാണ്. ടി വിയിൽ മറ്റേ മൈ സ്റ്റിക്ക് കണക്ട് ചെയ്തു. ടി വി ഓൺ ചെയ്യാണ്. ഇപ്പോൾ ഇത് നമ്മുടെ റിമോട്ട് വന്നിട്ട് പെയർ ചെയ്യാൻ പറയുന്നുണ്ട്. അതിൽ കാണുന്ന ഈ രണ്ട് പർട്ടിക്കുലർ ബട്ടൺ, ഈ ബട്ടണും ഈ ബട്ടണും, ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് പ്രസ് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. ഓക്കെ ആയി. അടുത്തത് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. നമ്മുടെ ഏരിയ എവിടെയാണെന്നുള്ളത് ഇന്ത്യ സെലക്ട് ചെയ്യുക. കണക്ട് വിത്ത് വൈഫൈ. ഇതിപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഫോണുമായിട്ട് നമുക്ക് ഇതിനെ ലിങ്ക് ചെയ്യാം. ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലോഗിനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പം ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഗൂഗിൾ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓക്കെ ഗൂഗിൾ സെറ്റപ്പ് മൈ ഡിവൈസ് എന്ന് പറയണം. കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ MiTvയുടെ പേര് വരും. ആ സമയത്ത് അത് സെലക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ കാര്യം. ഇപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അതെ, ഗൂഗിൾ എന്നുള്ള ആപ്പ് എടുത്തു. ഇവിടെ ഓക്കെ ഗൂഗിൾ
സെറ്റപ്പ് മൈ ഡിവൈസ്, സെർച്ചിങ് ഫോർ ഡിവൈസസ് കാണിക്കുന്നുണ്ട്. വെരിഫൈ ദ കോഡ് ഓൺ യുവർ ന്യൂ ഡിവൈസ്. ഇതേ കോഡ് തന്നെയാണ് നമ്മുടെ ടി വിയിലും കാണിക്കുന്നത്, FNROO. സോ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. കണക്റ്റഡ്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ വൈഫൈ ഡയറക്റ്റായിട്ട് ടി വി ആയിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ഇതുവഴി അങ്ങ് കണക്റ്റ് ആവും. നമ്മുടെ ഫോണിൻ്റെ ലോഗിൻ ചെയ്യാൻ വെച്ചിരിക്കുന്ന സെറ്റപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ ടി വി എടുത്തേക്കുന്നതുകൊണ്ട് നമ്മൾ ടി വിക്ക് പിന്നെ തനിയെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വൈഫൈ കണക്ഷനും കാര്യങ്ങളും ഒന്നും അതിൻ്റെ പാസ്വേഡ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇതെല്ലാം കോപ്പി ചെയ്തോളും, തനിയെ തന്നെ ഈ ഡിവൈസ് കോപ്പി ചെയ്തോളും. ഇപ്പോൾ ഈ ഫോണിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് അതിനകത്ത് നമ്മളെല്ലാം ലോഗിൻ ആയി കഴിഞ്ഞു. ഇനി അവരുടെ ഗൂഗിളിൻ്റെ കുറേ ടേംസും ഇതൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ വോയിസ് രജിസ്റ്റർ ചെയ്തതാണ്. ഈ താഴെ കാണുന്ന ആപ്പുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ആപ്പുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലാത്തത് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുന്നു. അപ്പോൾ ഇത് ഓൺ ആയതിനു ശേഷം നമുക്ക് ആമസോൺ പ്രൈം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടുണ്ടാവും. ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടുണ്ടാവും. ഇല്ലാത്ത ആപ്പുകൾ നമുക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് നമുക്ക് ഇത് ചെയ്യാം. പിന്നെ ഇതിൽ സ്ക്രീൻ മിററിങ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ മിറർ ഈസി ആയിട്ട് നമുക്ക് ഇതിലേക്ക് ചെയ്യാൻ പറ്റും. വൈഫൈ കണക്റ്റായി. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, ക്രോംകാസ്റ്റ് ഇതെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് വേറെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതിപ്പോൾ പ്ലേ സ്റ്റോർ നമ്മൾ ഇതിൻ്റെ മെയിൻ സ്ക്രീനിലേക്ക് കൊണ്ടുവരികയാണ്. ഇതാണ് ഇപ്പോൾ MiTv സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ടി വിയിൽ കാണുന്ന അതിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്നി ഹോട്ട്സ്റ്റാർ, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ആഡ് ടു ഫേവറേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ഇതും നമുക്ക് ഈ ഫ്രണ്ട് പേജിൽ തന്നെ കൊണ്ടുവരാം. ഇപ്പോൾ നമുക്ക് ഡിസ്നി ഹോട്ട്സ്റ്റാർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, അതിൻ്റെ ക്ലാരിറ്റി എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാനായിട്ട്. ഇതിൽ നമുക്ക് ഈ സീരിയൽസോ മൂവീസോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയെടുക്കാം. അതേപോലെ തന്നെ സീരിയൽ എടുക്കുമ്പോൾ ഏത് എപ്പിസോഡ് നമുക്ക് കാണണം എന്നുള്ള ഇതുവരെയ്ക്കുള്ള എല്ലാ എപ്പിസോഡ്സിലും നമ്മൾ ഏതാണ് മിസ് ചെയ്ത് ഏത് വേണേലും കാണാം. പിന്നെ അതുപോലെ പരസ്യങ്ങളുണ്ടാവില്ല, അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജുകളുണ്ട് ഇതിന്. ഇപ്പോൾ ഏത് സമയത്ത് ഇപ്പോൾ സീരിയലുകളൊക്കെ ടി വിയിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ എപ്പോൾ വേണമെങ്കിലും പോയി എടുത്ത് നോക്കാം. യൂട്യൂബ് കാണാം, പിന്നെ ആമസോൺ പ്രൈം പുതിയ പടങ്ങൾ റിലീസാകുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് കാണാം. ഇതുവരെ പഴയ ടി വിയിൽ നമുക്ക് അതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഈ MiTv സ്റ്റിക്ക് വന്നതിന് ശേഷം നമുക്കത് സ്മാർട്ട് ടി വി ആയി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ കാണുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. വോയിസും നല്ല ക്ലാരിറ്റിയാണ്. വോയിസ് ഇപ്പോൾ ഇതിൽ ഞാൻ റെക്കോർഡ് ആയിട്ടില്ല, പക്ഷേ വോയിസൊക്കെ നല്ല ക്ലാരിറ്റിയാണ്. ഇതിൻ്റെ ഡോൾബി ഡിജിറ്റൽ വോയിസാണ് ഔട്ട്പുട്ട് വരുന്നത്. യൂട്യൂബ് നമുക്ക് ടി വിയിലിട്ട് കാണുമ്പോൾ അതിൻ്റെ ആക്ച്വൽ ക്വാളിറ്റി എന്താണോ ആ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇട്ട് കാണുമ്പോൾ നമ്മൾ സാധാരണ മൊബൈലിൽ കാണുന്നതിനേക്കാൾ നല്ല ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ട MiTv സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഒരു പഴയ ടി വി ആയിരുന്നു, 2007 സമയത്ത് കണ്ട ഞാൻ വാങ്ങിച്ച ടി വിയാണ്. പക്ഷേ HDMI പോർട്ട് ഉണ്ടായിരുന്നു ഇതിൽ, അതുകൊണ്ട് HDMI ഡയറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്തു. നിങ്ങളുടെ ടി വിയിൽ HDMI ഇല്ലെങ്കിൽ പോലും, പോർട്ട് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു HDMI AV കൺവെർട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് 200 രൂപ കണ്ടേ ഉള്ളൂ. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഈ MiTv സ്റ്റിക്കുമായിട്ട് ഇത് പെയർ ചെയ്തതിന് ശേഷം നമുക്ക്
സ്മാർട്ട് ടി വി ആക്കി മാറ്റാം. വൺസ് സ്മാർട്ട് ടി വി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിസ്നി ഹോട്ട്സ്റ്റാർ, മറ്റേ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ്, ഇങ്ങനത്തെ എല്ലാ OTT പ്ലാറ്റ്ഫോമുകളും, കാരണം ഇപ്പോഴത്തെ മിക്ക പടങ്ങളും OTT പ്ലാറ്റ്ഫോമിലാണല്ലോ, നമ്മൾ തിയേറ്ററിൽ പോകാൻ പറ്റുന്നില്ല. സോ എല്ലാ പടങ്ങളും നമ്മൾ OTT പ്ലാറ്റ്ഫോമിലാണ് കാണുന്നത്. പിന്നെ അത് കൂടാണ്ട് ഇപ്പോഴത്തെ വെബ് സീരീസുകളൊക്കെ ഇഷ്ടംപോലെ, സിനിമകളേക്കായി നല്ല മികച്ച വെബ് സീരീസുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ നമ്മൾ 4-5 പേര്, ഒരു 2-3 ബെഡ്റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ റൂമിലേക്കും ഈ പറഞ്ഞ ഡിഷ് ടി വിയുടെ ഒക്കെ കണക്ഷൻ എടുക്കുക എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ പ്രായോഗികം ഈ പറഞ്ഞ പോലെ ഒരു വൈഫൈ കണക്ഷൻ റൂട്ടർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് TV ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി ഒരു ഇൻസെർട്ട് മാത്രം വാങ്ങിച്ചിരുന്നാൽ മതി. അപ്പം എല്ലായിടത്തും നമുക്ക് ഇൻ്റർനെറ്റിൽ കൂടെ തന്നെ നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമുകളും കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇതിനായിട്ട് പുതിയ സ്മാർട്ട് TV വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഏത് പഴയ ഏത് TV ആണെങ്കിലും നമുക്കതിനെ ഒരു സ്മാർട്ട് TV ആക്കി മാറ്റാം. അതിനുള്ള ഒരു ഡിവൈസാണ് ഈ MiTv Stick. 2999 രൂപയാണ് അതിൻ്റെ വില. അതിൻ്റെ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. MIയുടെ സ്റ്റോറിൽ തന്നെ കിട്ടുന്നുണ്ട്. അതല്ലാണ്ട് ഇല്ലെന്ന് തോന്നുന്നു. MIയുടെ സ്റ്റോറിലുണ്ട്. ഞാനത് അല്ലെന്നുണ്ടെങ്കിൽ ഈ പൂർവിക, ചെന്നൈ മൊബൈൽസ് അങ്ങനെയൊക്കെ പറയുന്ന മൊബൈൽ കടകളിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. റിലാക്സ് ആൻഡ് വാച്ച്.